അയ്യകപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. അയ്യകപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യകപ്പോതിക്കെത്തിയില്ല. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യകപ്പോതിക്കെത്തിയില്ല. അയ്യകപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. അയ്യകപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യകപ്പോതിക്കെത്തിയില്ല. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യകപ്പോതിക്കെത്തിയില്ല. അയ്യകപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. അയ്യകപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യകപ്പോതിക്കെത്തിയില്ല. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യകപ്പോതിക്കെത്തിയില്ല. ശാലിയ സമുദായത്തിൻ്റെ ക്ഷേത്രമാണ്. പട്ടണച്ചാൽ ഭഗവതി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. ശാലിയ സമുദായം അങ്ങ് ആന്ധ്രാപ്രദേശത്ത് നിന്ന് പഴയ ദ്രാവിഡ നാട്ടിൽ നിന്ന് പലായനം ചെയ്ത് ഇവിടെ മലയാള മണ്ണിലെത്തിയെന്നും ചിറക്കൽ തമ്പുരാൻ്റെ കാരുണ്യത്താൽ അദ്ദേഹത്തിൻ്റെ പ്രദേശമായ പയ്യന്നൂരിൽ അവർക്കൊരു താവളം ലഭിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വസ്ത്രനിർമ്മാണമാണ് പ്രധാന തൊഴിൽ. കുലത്തൊഴിൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. വസ്ത്രം നിർമ്മിക്കൽ മാത്രമല്ല, വസ്ത്ര വിപണനവും കൂടി അവരുടെ കുലത്തൊഴിലിൻ്റെ ഭാഗമായി ചെയ്തു വരുന്നു. അങ്ങനെ ഈ സമുദായത്തിൽ വളരെ പ്രശസ്തനായ ഒരു വ്യാപാരി കൂടി ഉണ്ടായിരുന്നു അക്കാലത്ത്. അദ്ദേഹത്തിൻ്റെ പേര് നമ്പുചെട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ആ നമ്പുചെട്ടിയെടുക്ക് അതിസുന്ദരിയായ ഒരു ഭാര്യയുണ്ടായിരുന്നു. അവരുടെ പേര് നങ്ങേലി എന്നാണ് കേട്ടുവരുന്നത്. ആ നങ്ങേലി ഇതേപോലെ ദേശാന്തരം നാട് വിട്ട് നടന്നു വന്ന് മതപരിവർത്തനങ്ങളൊക്കെ ചെയ്ത് ഇവിടെ എത്തിപ്പെട്ടതാണ്. അവളുടെ സൗന്ദര്യത്തിൽ ആകർഷനായ നമ്പുചെട്ടി അവൾ വിവാഹം കഴിച്ച് ഭാര്യയായി സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവളുടെ കുടുംബവും കാര്യവും ഒക്കെ അങ്ങ് അകലെ ഉണ്ടായിരുന്നു. ഈ നങ്ങേലി ദേശാടനം ചെയ്ത ദുഃഖത്താൽ അവരെ കുടുംബത്തിലെ ആങ്ങളമാർ അവരെ അന്വേഷിച്ച് പുറപ്പെട്ടു. അതിനിടയിൽ നമ്പുചെട്ടി ഈ നങ്ങേലിയെ വിവാഹം കഴിക്കുകയും വർഷങ്ങൾക്ക് ശേഷം അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അപ്പോൾ നമ്പുചെട്ടി വലിയ പ്രമാണിയായ നമ്പുചെട്ടിയുടെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അതിൻ്റെ 28 വളരെ ആർഭാടമായി നടത്തണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അങ്ങനെ ഈ ഗ്രാമ മൈതാനത്ത് ക്ഷേത്ര പരിസരത്ത് വെച്ച് ജനങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ഗംഭീരമായ ഒരു 28 സദ്യ അദ്ദേഹം നടത്തി. ആ സദ്യയോടൊപ്പം തന്നെ കലാപരിപാടികൾ, കായിക പരിപാടികൾ, ആ കാലത്തിൻ്റെ സംസ്കാരമനുസരിച്ചിട്ടുള്ള കലാപരിപാടികളൊക്കെ നടന്നു. ആളുകൾ ധാരാളം കൂടി. അതിനിടയിൽ യാദൃശ്ചികമായി ഈ നങ്ങേലിയുടെ ആങ്ങളമാർ 2 പേര് അന്വേഷിച്ച് ഈ പ്രദേശത്തെത്തി. അവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഇവിടുത്തെ ബഹളവും ആഘോഷമൊക്കെ കണ്ടപ്പോൾ അത് കാണുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ മേലെ കയറിയിരുന്ന് അവരിത് കാണുകയായിരുന്നു. ക്ഷേത്രവിരുദ്ധമായ ആ പ്രവൃത്തി കണ്ടപ്പോൾ, മതിലിന്മേൽ കയറി ഇരുന്ന് ഈ ആഘോഷം കണ്ടുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സമുദായത്തിൽപ്പെട്ട ആളുകൾ ചുരുങ്ങിയനാകുകയും അത് അവരെ ആക്രമിക്കുകയും അത് വലിയൊരു കലഹമായി മാറുകയും ചെയ്തു. ആ കലഹത്തിൽ ആ 2 ആങ്ങളമാർ മരിച്ചു, കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ നങ്ങേലി ആ കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ മരിച്ചത് തൻ്റെ ആങ്ങളമാരാണെന്നും എന്നെ അന്വേഷിച്ച് വളരെ പ്രയാസപ്പെട്ടിട്ട് ഇവിടെ എത്തിയവരാണെന്നും അവരോട് നീതി ചെയ്തില്ല എന്നുള്ളൊരു പ്രയാസത്തിൽ നമ്പുചെട്ടിയോടുള്ള ബന്ധം ഉപേക്ഷിച്ച് അവർ ഇവിടെ നിന്ന് വീണ്ടും പഴയ മാതിരി ദേശാടനത്തിന് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാം ഉപേക്ഷിച്ച് അവർ പോവുകയാണ് ചെയ്യുന്നത്. പോയിട്ട് നങ്ങേറാകുമ്പോൾ തടുക്കൽ പാറയല്ലോ മാന കുഞ്ഞമ്മേ. പോകാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളൊക്കെ ഒരു ശ്രമിച്ചു നോക്കി. പക്ഷെ അതിനൊന്നും അവൾ വഴിപ്പെട്ടില്ല.
അങ്ങനെ ദുഃഖിതയായി തലയിൽ മുണ്ടുവിട്ട് ഈ സമുദായം എന്ന് മാത്രമല്ല ഈ മതം തന്നെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പുഴ കടന്ന് പോകുന്ന ഒരു രംഗമാണ് ഇവിടെ ഇതിൻ്റെ ഒരു പഴയ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി ഈ ക്ഷേത്രത്തിന്റെ ഈ പൊറാട്ട നാടകത്തിൽ ഇതും കൂടെ ഉൾപ്പെടുത്തി ഇവിടെ അവതരിപ്പിക്കുന്നത്. കാഴ്ചയിൽ അതൊക്കെ ഒരു ദൈവിക പരിവേഷമൊക്കെ കാണുമെങ്കിലും അതിൻ്റെ ഒരു പൂർവ്വ ചരിത്രം ഇങ്ങനെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിന്നും ആഘോഷിക്കുന്നത് പോകുമ്പോൾ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ അവരുടെ കഥകളൊക്കെ പാടിക്കൊണ്ടാണ് അവർ പോകുന്നത്. ഒരു വിലാപഗാനം പോലെ അത് പാടിക്കൊണ്ട് അവർ ഈ നാട് വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് ഒരു പൂർവിക ഓർമ്മയ്ക്ക് വേണ്ടി ഇന്നും സമുദായത്തിലെ ആളുകൾ അത് ഏറ്റെടുത്ത് അതൊരു അനുഷ്ഠാനത്തിന്റെ രൂപത്തിൽ ക്ഷേത്രത്തോട് ബന്ധിപ്പിച്ച് അത് നടത്തി വരുന്നു. അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതിക്കെത്തിയില്ല. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതിക്കെത്തിയില്ല. അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതിക്കെത്തിയില്ല. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതിക്കെത്തിയില്ല. അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതിക്കെത്തിയില്ല. മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്കപ്പോതിക്കെത്തിയില്ല.